സംസ്ഥാന ബജറ്റ് നാളെയാണ്. കേന്ദ്ര ബജറ്റിൽ അവഗണനയ്ക്ക് പരിഹാരമായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ബജറ്റിൽ എന്തൊക്കെ കരുതിവെക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മുണ്ടക്കൈ ചുരൽമല പുനരധിവാസം, വിഴിഞ്ഞം തുറമുഖ പദ്ധതി, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കൽ തുടങ്ങി പ്രതീക്ഷകൾ നിരവധിയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ്. ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി ഉയർത്തുമെന്ന് വാഗ്ദാനം ചെയ്ത് അധികാരത്തിലെത്തിയ സർക്കാർ അവസാന സമ്പൂർണ്ണ ബജറ്റിലെങ്കിലും വാക്ക് പാലിക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. 100 രൂപ മുതൽ 200 രൂപ വരെ ക്ഷേമ പെൻഷൻ ഉയർത്താൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാന സർക്കാരിന് പൂർത്തിയാക്കാൻ നിരവധി ഉത്തരവാദിത്തങ്ങളുമുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് പ്രഥമ പരിഗണന നൽകുമോ, അതോ വിഴിഞ്ഞം അടിസ്ഥാന സൗകര്യ വികസനത്തിനുമാകുമോ പ്രാധാന്യം? കേന്ദ്ര ബജറ്റിലെ അവഗണന മറികടക്കാനും ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പണം നൽകാനും എന്തു ചെയ്യുമെന്ന ചോദ്യവും പ്രധാനമാണ്. കിഫ്ബി റോഡുകളിലെ യൂസർ ഫീയിൽ മന്ത്രിസഭ തീരുമാനമെടുത്തില്ല. ബജറ്റിൽ ഇതിൽ പ്രഖ്യാപനമുണ്ടാകുമോ എന്നതും അറിയേണ്ടതുണ്ട്. ബജറ്റിന് മുന്നോടിയായി മദ്യവില ഉയർത്തിയിരുന്നു. ഇനി ബജറ്റിൽ ഉയർത്താൻ സാധ്യത കുറവാണ്. പ്രളയം, കിഫ്ബി മുതൽ റോഡ് സുരക്ഷ വരെ 6 സെസ്സുകൾ ഇപ്പോൾ പിരിക്കുന്നുണ്ട്. ഇതിനു പുറമെ സെസ് വരുമോ എന്നതും പ്രധാനമാണ്. കഴിഞ്ഞ ബജറ്റിൽ വിപണി ഇടപെടലിന് തുക വകയിരുത്താത്തത് CPI, CPIM മുന്നണി തർക്കത്തിലേക്ക് വരെ എത്തിച്ചിരുന്നു. ഇത് ഈ ബജറ്റിലും ആവർത്തിക്കുമോ? വൻകിട പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളും ബജറ്റിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഈ സാഹചര്യത്തിൽ എന്താകും ധനമന്ത്രി ബജറ്റിൽ കരുതിയിരിക്കുക? ഇത്തവണയും പ്ലാൻ ബി ഉണ്ടാകുമോ? എന്തായാലും ഒരു ദിവസം കൂടി കാത്തിരിക്കണം. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.